ഗൈസ്, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ഒരു ലോ റെസൊല്യൂഷൻ ചിത്രത്തെ ഗിംബ് എന്ന ഒരു ഫോട്ടോ എഡിറ്റിംഗ് പ്രോഗ്രാമിൻ്റെ സഹായത്തോടെ അപ്സ്കെയിൽ ചെയ്തതാണ്. അതേസമയം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം അപ്സ്കെയിൽ എന്ന ഒരു ടൂള് അതേ ലോ റെസൊല്യൂഷൻ ചിത്രത്തെ കുറച്ച് AI മോഡൽസിൻ്റെ സഹായത്തോടെ അപ്സ്കെയിൽ ചെയ്തതാണ്. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയത്? തീർച്ചയായിട്ടും രണ്ടാമത്തെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഈ ഒരു അപ്സ്കെയിൽ എന്ന ടൂളിൻ്റെ സഹായത്തോടെ ഇമേജുകൾ അപ്സ്കെയിൽ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അപ്സ്കെയിൽ ഡൗൺലോഡ് ചെയ്ത് വിൻഡോസിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നുള്ളത്. വിൻഡോസിന് മാത്രമല്ല ലിനക്സിനും മാക്കിനും ഒക്കെ ഈ ടൂൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് അപ്സ്കെയിലിൻ്റെ സൈറ്റ് ഒന്ന് സന്ദർശിച്ചിട്ട് വരാം. അപ്പോൾ അപ്സ്കെയിൽ ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതാ സെർച്ച് റിസൾട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സൈറ്റ് upscale.org. ഓക്കെ, അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കയറാം. ഓക്കെ, നമ്മൾ അപ്സ്കെയിലിൻ്റെ സൈറ്റ് വന്നിരിക്കുകയാണ്. അപ്പം ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതേ ക്ലിക്ക് കൊടുക്കാം. എന്നിട്ട് താഴെ സ്ക്രോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ലിനക്സ് മാക് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ടത് വിൻഡോസ് വേർഷൻ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും വിൻഡോസിൻ്റെ ഈ ഒരു ഐക്കൺ കാണിച്ചിരിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ക്ലിക്ക് കൊടുത്താൽ അധികം വൈകാതെ ഡൗൺലോഡ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തീർച്ചയായിട്ടും എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഡൗൺലോഡ്സ് വരാം. ഇതാ കിടക്കുന്ന അപ്സ്കെയിൽ ഓപ്പൺ ചെയ്യാം. എസ് കൊടുക്കുക. ഓക്കെ, ഈ ഒരു ഫയൽ മാനേജർ ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ ആ ഡിഫോൾട്ട് തന്നെ വെച്ചേക്കാണ്. ഇൻസ്റ്റാൾ കൊടുക്കാം. അപ്പോൾ അധികം വൈകാതെ അപ്സ്കെയിൽ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഫിനിഷ് ആയി. അപ്പോൾ നമുക്കിനിയും അപ്സ്കെയിൽ റൺ ചെയ്യാം. ഫിനിഷ് കൊടുക്കാം. ഓക്കെ, ഇതാ അപ്സ്കെയിൽ ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇമേജ് എങ്ങനെ ഇതിനകത്ത് ഓപ്പൺ ചെയ്യാം? ഒന്നെങ്കിൽ സെലക്ട് ഇമേജ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇമേജ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഇടാനും സാധിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സെലക്ട് ഇമേജ് എടുക്കാം. അപ്പോൾ ഒരു ഫയൽ മാനേജർ ഓപ്പൺ ആയി വരും. അപ്പോൾ എവിടെയാണോ നിങ്ങളുടെ ഇമേജ് കിടക്കുന്നത് അവിടെ ചെല്ലുക. അപ്പോൾ എൻ്റെ ഇമേജ് ഇതാ ഇവിടെയാണ് കിടക്കുന്നത്, പിക്ചേഴ്സിനകത്ത്. ഓക്കെ, ഇപ്പോൾ തീർച്ചയായിട്ടും ഇത് ഓപ്പൺ സെലക്ട് ചെയ്യാം, ഓപ്പൺ കൊടുക്കാം. അപ്പോൾ ഇതാ ഇമേജ് ഓപ്പൺ ആയി. ഇനി നമുക്ക് താഴോട്ട് വരാം, ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ സെലക്ട് മോഡൽ എന്നും പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കുറേ മോഡൽസ് കാണുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതിൽ ഏത് AI മോഡൽ ഉപയോഗിച്ച് വേണം നമ്മുടെ ഇമേജ് അപ്സ്കെയിൽ ചെയ്യാൻ, അതിനുള്ള ഓപ്ഷനാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് റിയൽ ESR GAN എന്ന് പറയുന്ന ഒരു മോഡലാണ് ഉപയോഗിക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാസ്റ്റ് റിയൽ ESR GAN ഉപയോഗിക്കാം. അല്ലെങ്കിൽ പിന്നെ റീമാക്കറി എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്, റീമാക്കറി എന്നാണോ എന്തായാലും അത് ഉപയോഗിക്കാം. അൾട്രാ മിക്സ് ബാലൻസ്ഡ് ഉപയോഗിക്കാം, അൾട്രാ ഷാർപ്പ് ഉപയോഗിക്കാം, ഡിജിറ്റൽ ആർട്ട് എന്ന് പറഞ്ഞ കുഴപ്പമുണ്ട്, അത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിലേതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് ഇത്രയുള്ള കാര്യം, നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ഇതിലേതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയാൽ അത് ഉപയോഗിക്കുക. ഓക്കെ, ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഈ റീമാക്കറി നല്ലൊരു ഓപ്ഷൻ ആണെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഡിഫോൾട്ട് ഓപ്ഷൻ തന്നെ ഉപയോഗിക്കാം. ഇനി നമുക്ക് താഴോട്ട് വരാം. ഇവിടെ ഇമേജ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും എത്ര മടങ്ങ് അപ്സ്കെയിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ 4x ആണ് കിടക്കുന്നത്, അതായത് 4 മടങ്ങ്. അപ്പോൾ ഞാൻ എന്തായാലും ഡിഫോൾട്ട് ഓപ്ഷൻ തന്നെ വെക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നോട്ട് കൂട്ടാവുന്നേ ഉള്ളൂ, കൂട്ടിക്കഴിഞ്ഞാൽ അത് കൂടും. അതനുസരിച്ച് ഇവിടെ താഴെ അപ്സ്കെയിൽ ഫ്രം എന്ന് പറഞ്ഞ ഒരു ഭാഗം കണ്ടോ? ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഒറിജിനൽ ഇമേജ് റെസൊല്യൂഷൻ കാണാം. അത് അപ്സ്കെയിൽ ചെയ്യുമ്പോൾ എത്ര ആയിരിക്കും അത് ഇവിടെ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇവിടെ മാറ്റുന്ന അനുസരിച്ച് ആ ഒരു വാല്യൂ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കുക എത്ര അപ്സ്കെയിൽ വേണം. ഇപ്പോൾ എനിക്ക് 4x മതി, അതുകൊണ്ട് ഞാൻ 4x അങ്ങ് ഇടുകയാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് താഴെ ഇവിടെ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നൊരു ഭാഗം. അപ്പോൾ ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാം എവിടെ ഇമേജ് എക്സ്പോർട്ട് ചെയ്ത് ഇടണം, അത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കേട്ടോ. ബൈ ഡിഫോൾട്ടായിട്ട് ഈ ഇമേജ് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ആയിരിക്കും എക്സ്പോർട്ട് ആവുന്നത്. ഓക്കെ, എന്തായാലും ഞാൻ ആ ഓപ്ഷൻ തന്നെ വെക്കുകയാണ്. അപ്പം ഈ ഒരു ഓപ്ഷൻസ് എല്ലാം ശരിയായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത്രയുള്ള കാര്യം. ഇവിടെ അപ്സ്കെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് കൊടുക്കുക. അധികം വൈകാതെ ഇമേജ് അപ്സ്കെയിൽ ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അപ്സ്കെയിൽ ആവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതാ പെട്ടെന്ന് അപ്സ്കെയിൽ ആയിരിക്കുകയാണ്. ഓക്കെ, ഇതൊന്നും ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയുണ്ടെന്നുള്ളത്, ഉണ്ടല്ലേ? അപ്സ്കെയിൽ ചെയ്യാത്ത ഫോട്ടോ സൂം ചെയ്താണ് നിങ്ങൾ ഈ ഇടത് സൈഡ് കാണുന്നത്. അപ്സ്കെയിൽ ചെയ്ത ശേഷം ഉള്ള ആ ഇമേജാണ് ഇത് ഈ വലത് സൈഡ് കാണുന്നത്, കണ്ടല്ലേ? ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സൂമുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ബൈ ഡിഫോൾട്ടായിട്ട് നിങ്ങൾ ഈ സൂം ചെയ്യുന്ന കാര്യം കാണുന്നില്ലായിരിക്കും നിങ്ങൾക്ക്. അത് ഇത്രയുള്ള കാര്യം, ഈ ഒരു ചെറിയ ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ സൂം എമൗണ്ട് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എത്ര സൂം ചെയ്യണം. സൂം ചെയ്യണമെങ്കിൽ 100% ഇട്ടാൽ മതി, കണ്ടില്ലേ? അത് വലിയ വ്യത്യാസം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഓപ്ഷൻ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് ദാ കണ്ടല്ലേ? ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയുണ്ടെന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജ് ഇതുപോലെ ഇമ്പോർട്ട് ചെയ്യാവുന്നുള്ളൂ. വേണമെങ്കിൽ മറ്റൊരു ഇമേജ് കൂടി ഞാൻ ലോഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വേറെ കുറേ ഇമേജസ് കിടപ്പുണ്ട്. ഇതാ കിടക്കുന്നു ഈ ഒരു ഇമേജ്, അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇത് കാണാൻ പറ്റും, ഒരു കുറച്ച് ലോ ക്വാളിറ്റിൻ്റെ ഇമേജാണ് കേട്ടോ. അപ്പോൾ ഈ തവണ നമുക്കൊരു വേറൊരു AI മോഡൽ എടുക്കാം. റീമാക്കറി എന്താണ് അങ്ങനെയാണോ പറയുന്നത് എനിക്കറിയത്തില്ല എങ്കിലും. ഓക്കെ, നമുക്ക് ഇമേജ് അപ്സ്കെയിൽ 4x തന്നെ ഇടാം. എന്നിട്ട് അപ്സ്കെയിൽ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്സ്കെയിൽ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും എങ്ങനെയുണ്ടെന്നുള്ളത്. ഒറിജിനൽ ഇമേജ് കുറച്ച് ക്വാളിറ്റി കുറവാണ്, പക്ഷേ അപ്സ്കെയിൽ ചെയ്ത് കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ട്, കണ്ടല്ലേ? കൊള്ളാം.
എനിക്കൊന്ന് ഒറിജിനൽ ഇമേജിൻ്റെ അടുത്ത് ഞാൻ എടുത്ത സമയത്തുള്ള ഫോട്ടോയുടെ ആ റെസൊല്യൂഷൻ്റെ അടുത്ത് എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്നുണ്ട് ഈ അപ്സ്കെയിൽ ചെയ്ത ഇമേജ്. ഓക്കെ, കൊള്ളാം, കുഴപ്പമില്ലാത്ത റിസൾട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ബാക്കി നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്യാൻ, ഞാൻ എന്തായാലും കൂടുതൽ ഇമേജുകളിലേക്ക് പോയി വീഡിയോയുടെ ലെങ്ത് കൂടുതലില്ല. നമുക്ക് ബാക്കി വേറെ കുറേ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ സെറ്റിംഗ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അപ്സ്കെയിലിൻ്റെ തീം ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഔട്ട്പുട്ട് ഇമേജ് ഫോർമാറ്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബൈ ഡിഫോൾട്ടായിട്ട് PNG ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ JPEG-ഓ WebP-ഓ ഒക്കെ ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. അപ്പം ഞാൻ അതിലേക്കൊന്നും പോകില്ല. പിന്നെയും കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. താഴോട്ട് വരാം. ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റം മോഡൽസ് ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഞാനത് വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം എങ്ങനെയാണ് കസ്റ്റം മോഡൽ ലോഡ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇനി തിരിച്ച് അപ്സ്കെയിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ബാച്ച് അപ്സ്കെയിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇമേജ് ഉണ്ട്, അതെല്ലാം നിങ്ങൾക്ക് അപ്സ്കെയിൽ ചെയ്യണം. അപ്പോൾ ഇത്രയുള്ള കാര്യം, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ആ അപ്സ്കെയിൽ ചെയ്യേണ്ട ഇമേജുകളെല്ലാം അതിനകത്ത് ഇടുക. എന്നിട്ട് ഇവിടെ സെലക്ട് ഫോൾഡർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് കൊടുത്തിട്ട് ആ ഇമേജുകൾ ഇരിക്കുന്ന ഫോൾഡർ ചൂസ് ചെയ്യുക. എന്നിട്ട് ഇത്രയുള്ള കാര്യം, ഇവിടെ അപ്സ്കെയിൽ ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പം ആ ഫോൾഡറിൽ ഇരിക്കുന്ന എല്ലാ ഇമേജുകളും അപ്സ്കെയിൽ ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കസ്റ്റം മോഡൽസ് അപ്സ്കെയിലിനകത്ത് ലോഡ് ചെയ്യുന്നത്. അപ്സ്കെയിലിൻ്റെ ഡെവലപ്പേഴ്സ് തന്നെയാണെന്ന് തോന്നുന്നു, അതോ വേറെ കുറേ പേരൊക്കെ ആണെന്ന് തോന്നുന്നു. കുറേ കസ്റ്റം മോഡൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതിൻ്റെ ലിങ്ക് എന്താ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ സൈറ്റിലൊന്ന് സന്ദർശിച്ചിട്ട് വരാം. ഓക്കെ, അപ്സ്കെയിൽ കസ്റ്റം മോഡൽസ് എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് സൈറ്റ്. റെപ്പോസിറ്ററി ഫോർ എക്സ്ട്രാ മോഡൽസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടില്ലേ, GitHub അപ്സ്കെയിൽ കസ്റ്റം മോഡൽസ്, അതിനകത്ത് കയറുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യം. ഈ മോഡൽസ് എന്ന് പറയുന്ന ഡയറക്ടറിയാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം ഈ കോഡ് ഡൗൺലോഡ് സിപ്പ് എന്ന് പറയുന്ന ഓപ്ഷന് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അതല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. മോഡൽസിനകത്ത് കയറാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ മോഡൽ സെപ്പറേറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ ഫയൽ വേണ്ടി വരും തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ 4x NMKD CX 200K ഈ ഒരു മോഡലാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ ബിൻ ഫയലും ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, അത് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അധികം വയ്യാതെ ഡൗൺലോഡ് ആവും. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് കൊടുത്തിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വ്യൂ റോ എന്നും പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ ഉണ്ടല്ലേ, അതിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ അധികം വയ്യാതെ അത് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ അതും ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അത് ഡൗൺലോഡ് ആവുകയാണ്, ഞാൻ ക്യാൻസൽ ചെയ്യണം കേട്ടോ. ഓക്കെ, ആ ഒരു ഫയലും ഡൗൺലോഡ് ചെയ്യണം. അതിനൊപ്പം തന്നെ ഈ ഒരു പേരിൽ എക്സ്റ്റൻഷനിൽ തരുന്ന ഫയലുണ്ടല്ലോ, PRAM എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് പരമെന്നും പറഞ്ഞുകൊണ്ട് അതും ഡൗൺലോഡ് ചെയ്യണം. അതായത് ഇത് രണ്ടും ഡൗൺലോഡ് ചെയ്യേണ്ടി വരും ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ. ഈ ഒരു മോഡൽ ഉപയോഗിക്കണമെങ്കിൽ ഇത് രണ്ടും ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത ശേഷം ഇപ്പോൾ ബാക്കി ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഡൗൺലോഡ് ചെയ്ത ശേഷം എന്ത് ചെയ്യണം, ഇത്രയേ ഉള്ളൂ. മോഡൽസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കുക. എന്നിട്ട് അതിനകത്ത് കൊണ്ടുവന്ന് ഇടുക. ഇപ്പം ഞാൻ കണ്ടില്ലേ, ഞാൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്, കണ്ടില്ലേ, ഒരു 4x NMKD CX എന്നും പറഞ്ഞുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്നത്. വേറൊന്ന് 4x NMKD സൂപ്പർ സ്കെയിൽ. ഓക്കെ, ഓർക്കുക ഈ ബിന്നും വേണം, പരമെന്ന് പറയുന്ന എക്സ്റ്റൻഷൻ തരുന്ന ഫയലും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ വർക്ക് ചെയ്യത്തുള്ളൂ കേട്ടോ. പിന്നെ ആ ഫോൾഡറിൻ്റെ പേര് മോഡൽസ് തന്നെ ആയിരിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് ഇത്രയേ ഉള്ളൂ കാര്യം, നിങ്ങളുടെ അപ്സ്കെയിൽ എന്ന് പറയുന്ന ടൂൾ ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് സെറ്റിങ്സ് അതില്ല, ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യാം. ഇവിടെ ആഡ് കസ്റ്റം മോഡൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ സെലക്ട് ഫോൾഡർ ക്ലിക്ക് കൊടുക്കുക. എന്നിട്ട് എവിടെയാണോ നിങ്ങളുടെ ഈ മോഡൽസ് കിടക്കുന്നത് ആ ഒരു ഡയറക്ടറിക്കകത്ത് കയറുക. എന്നിട്ട് ഇവിടെ സെലക്ട് ഫോൾഡർ എന്ന ഓപ്ഷൻ അല്ലേ, അത് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അപ്സ്കെയിലിനകത്ത് വരാം. എന്നിട്ട് ഇവിടെ സെലക്ട് മോഡലിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് NMKD CX സൂപ്പർ സ്കെയിലും ഒക്കെ കാണാൻ പറ്റും, കണ്ടല്ലേ. എന്നിട്ട് അത് ചൂസ് ഓപ്ഷൻ എടുത്തിട്ട് നമുക്കിനി ഇമേജുകൾ അപ്സ്കെയിൽ ചെയ്ത് തുടങ്ങാവുന്നതാണ്. എന്തായാലും ഞാൻ അതിലേക്കൊന്നും പോകില്ല, നിങ്ങൾ ട്രൈ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. എപ്പോഴും പോലെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.